ഹായ്, നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ 8 മാസം പ്രായമുള്ള കൊച്ചി എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഇവക്ക് ഇഷ്ടമുള്ള 3 ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം. അല്ലേ, കണ്ടുനോക്കാം. പിടിച്ചോ. ഇതിലെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് നെയ്ച്ചോറാണ്. അതായത് ജസ്റ്റ് നെയ്യും ചോറും കൂടെ മിക്സ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാ കഴിക്കാറുള്ള മട്ടച്ചോറുണ്ടല്ലോ, നമ്മൾ ചോറിൻ്റെ ഒപ്പം കറിയുടെ ഒപ്പം കഴിക്കാറുള്ള ചോറ്, അതാണ്. ഇത് ഇച്ചിരി തണുത്തതായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഇച്ചിരി തിളച്ച വെള്ളം ചേർക്കുവാണ്. ഇച്ചിരി ചൂടായിട്ടുള്ള വെള്ളം. എന്നിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് ഇതിനൊന്ന് ഞെരടി എടുക്കാം കേട്ടോ. കാരണം ഇവളിപ്പോൾ സോളിഡ്സ് കഴിക്കാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി. അതുകൊണ്ട് ഇവളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പേസ്റ്റ് പോലെ ആവണമെന്നില്ല. ഇച്ചിരി ഒന്ന് കൈ കൊണ്ടൊന്ന് അരച്ച് മാഷ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ്. ഒരു കറക്റ്റ് അളവൊന്നും ഇല്ല കേട്ടോ, ഒരു ഇച്ചിരി നെയ്യ്. ഞാനപ്പോൾ ആദ്യമായിട്ട് കൊടുത്തപ്പോൾ ഒരു ചോറിൻ്റെ ഒരു സൈഡിൽ മാത്രമേ നെയ്യ് ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് അത് ആ ടേസ്റ്റ് കൊച്ചിന് ഇഷ്ടപ്പെടുമെന്ന് നോക്കി അതിനുശേഷം എന്താ പറയുക, നെയ്യുടെ അളവ് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക, ദേ കൊടുക്കുക. ഇവക്ക് നെയ്യുടെ ടേസ്റ്റ് അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇഷ്ടമല്ലാതെ തോന്നിയിരിക്കുന്നത് ബട്ടറിൻ്റെ ഫ്ലേവർ നെയ്യുടെ അത്ര അങ്ങോട്ട് ആൾക്ക് താല്പര്യമില്ലാത്തവണ്ണം തോന്നിയിട്ടുണ്ട്. നെയ്യ് കുഴപ്പമില്ല, നെയ്യും ചോറും കൂടെ കൊടുക്കുന്നത് ഇപ്പോൾ എന്താ പറയുക, ഒരു കറന്റ് ഫേവറേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇതേ അത്രയും കഴിച്ചു, നല്ല മിടുക്കിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി രണ്ടാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഓട്സും ആപ്പിളും കൂടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ആപ്പിൾ 2 അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മൾ ചായളപ്പിക്കുന്ന പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിൽ ആ ആപ്പിൾ മൂടി കിടക്കുന്നതിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആപ്പിൾ നേരെ ചെറുതായിട്ടാണ് അരിയുന്നതെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഓട്സും കൂടെ ഒരുമിച്ചിട്ട് കേട്ടോ. ഇത് ഇച്ചിരി വലുപ്പം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ആപ്പിൾ നേരത്തെ ഇട്ടത്. ആ വെള്ളം ഒന്ന് തിളച്ച് വന്ന് ആപ്പിൾ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു കപ്പോളം ഓട്സാണ്. ഇതിനൊന്നും കറക്റ്റ് മെഷർമെൻറ്റ്സ് ഇല്ല കേട്ടോ. ഇപ്പം നിങ്ങളുടെ കൊച്ചിന് ആപ്പിളിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആപ്പിൾ കൂടുതലും കുറച്ച് ഓട്സും, അല്ല ഓട്സിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഓട്സ് കൂടുതലും ആപ്പിൾ കുറച്ചും, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊക്കെ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വെന്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിലും ഈ ഓട്സ് ഒരു സാധനം ഇരിക്കും തോറും എന്താ പറയുക, വെള്ളം വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യുക. അപ്പോൾ അതങ്ങ് ഡ്രൈ ആയി പൊക്കോളും. ഇത് വെന്ത് കഴിഞ്ഞ് ഞാൻ ചൂടാറാനൊക്കെ വച്ച് ചൂടാറിയതിന് ശേഷമുള്ള അവസ്ഥയാണ് കേട്ടോ. കണ്ടോ, ഇനി ഞാനിതിപ്പോൾ ഒന്ന് ഇതും ഞാൻ എന്താ പറയുക ഭയങ്കര പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇതിൽ വെച്ചൊന്ന് കറക്കിയെടുക്കുന്ന ആ ഒരു രീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടോ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ കൊച്ചിന് ഇപ്പോൾ എന്താ പറയുക ചെറിയ തരിയായിട്ട് കൊടുക്കണോ അല്ല അത് പേസ്റ്റ് പോലെ ആക്കണോ, അതൊക്കെ നിങ്ങളുടെ കൊച്ചിനനുസരിച്ച് അതുപോലെ ചെയ്തു കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഞാനിപ്പോൾ ഫുഡുകൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അതായത് നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് എന്താ പറയുക ആപ്പിൾ മാത്രം വേവിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് പഴം മാത്രം ഉടച്ച് അങ്ങനെ ഒരു ഐറ്റം ആയിരുന്നു അവരുടെ റെസിപ്പിയിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസ് കൊടുത്ത് അവർക്ക് ഒന്നിനോടും അങ്ങനെ അലർജിക്കായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ചിലപ്പോൾ ഓട്സ് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, ആപ്പിൾ മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ തുടങ്ങി. ആപ്പിൾ ഓട്സും കൂടി എടുക്കും, ചിലപ്പോൾ എന്താ പറയുക പൊട്ടറ്റോയും റൈസും കൂടെ മിക്സ് ചെയ്യും, ഇങ്ങനെയൊക്കെ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അതായത് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പോകെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് 2 റെസിപ്പീസ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് 3 റെസിപ്പീസ് എന്നാട്ടോ. പക്ഷേ 3ാമത്തെ വീഡിയോ കൂടി എടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ 2 റെസിപ്പീസ് വെച്ച് വീഡിയോ ഇടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്, നിങ്ങൾക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.